ഒരു പ്രാവശ്യം അവിടെ വെച്ച് പരിചയപ്പെടുത്തിയതാണ് നമ്മുടെ ULP പ്രോഗ്രാമിൽ വെച്ച്. വീണ്ടും സാറ് തന്നെയാണ് MC റോള്. അപ്പൊ വളരെ സന്തോഷം സാറിന്റെ അടുത്തുനിന്ന് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോ എല്ലാവർക്കും നമസ്കാരം. JRCM, ഗുഡ് RCM. ഹമാരാ ചാർജ് ന്യൂട്രി ചാർജ്. നമ്മളിത് ന്യൂട്രി ചാർജിനെ പറ്റി പഠിക്കാനാണ് വന്നിരിക്കണേ അല്ലേ? ഓരോ ദിവസവും നമ്മൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് വെച്ച് പഠിക്കുകയാണെങ്കിൽ 23 പ്രൊഡക്റ്റ് വളരെ നിഷ്പ്രയാസം നമുക്ക് പഠിക്കാൻ സാധിക്കും. പഠിച്ചാൽ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ. മറ്റു പല്ല് തേക്കുന്നതും കുളിക്കുന്നതൊക്കെ നമുക്ക് കണ്ണു അടച്ച് ആർക്കും കൊടുക്കാം. പക്ഷേ ന്യൂട്രീഷൻ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എന്തിനൊക്കെ ഉപയോഗിക്കണം, ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കരുത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാർ എന്നെ പരിചയപ്പെടുത്തി, ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് ഷോളി സുനിൽ, വീട് മാളയ്ക്കടുത്ത് വടമയിലാണ്. RCMൽ വന്നിട്ട് 3.5 വർഷം കഴിഞ്ഞു. 17 വർഷം മെഡിക്കൽ മേഖലയിലായിരുന്നു, സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. വിദേശത്തും നമ്മുടെ നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. 3.5 വർഷം മുമ്പ് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ RCM എന്ന് പറഞ്ഞ നന്മ പരിചയപ്പെട്ടത്. അവിടെ RCMനെ പരിചയപ്പെട്ട് അതിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഒരാൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾക്ക് മരുന്നില്ലാതെ ആശുപത്രിയിൽ കയറി ഇറങ്ങാതെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് RCM എന്ന പ്രസ്ഥാനം മാത്രമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 15 ഗുളിക 20 ഗുളിക കഴിക്കുന്നവരൊക്കെ ഒരു ഗുളികയും ഇല്ലാതെ അല്ലെങ്കിൽ 1-2 ഗുളികയിലേക്ക് ചുരുങ്ങി വളരെയധികം സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി, മുട്ടുവേദനയുള്ളവർ, കോണി കയറാൻ പറ്റാത്തവർ, ഇരിക്കാൻ പറ്റാത്തവർ, നടക്കാൻ പറ്റാത്തവരൊക്കെ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ നേഴ്സസ് ആയാലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളായാലും ഏറ്റെടുക്കേണ്ടത്. അതിനെക്കാട്ടിയും കുറച്ചുകൂടി ആളുകളിലേക്ക് ഒരു സർവീസ് എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു തിങ്കിങ് ആണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അതുമാത്രമല്ല, ഇതിലൂടെ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജോലി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ, ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഇതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ജോലി റിസൈൻ ചെയ്ത് RCMലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ വരുമാനം മാത്രമല്ല, ആരോഗ്യവും സന്തോഷവും ഗ്യാരണ്ടീഡ് ആണ്. ഏതെങ്കിലും ഒന്നിനു വേണ്ടി വന്നാൽ മറ്റു രണ്ടും ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. ആരോഗ്യത്തിന് വേണ്ടി വരുന്നവർക്ക് സന്തോഷവും വരുമാനവും അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. വരുമാനത്തിന് വേണ്ടി വരുന്നവർക്ക് ആരോഗ്യവും സന്തോഷവും കിട്ടും. ഇനി സന്തോഷത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് സന്തോഷിക്കാൻ വേണ്ടി മാത്രം RCMൽ വരുന്നവരുണ്ട്. പക്ഷെ അവർക്കും കിട്ടും ആരോഗ്യവും അതുപോലെ തന്നെ വരുമാനവും. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ, സന്തോഷിക്കാൻ വേണ്ടിയാണ്, ശരിക്കും സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മുടെ ഓരോ ജീവജാലങ്ങളും, മനുഷ്യരായാലും മൃഗമായാലും അവരുടെ ലൈഫിൽ ഏറ്റവും അധികം വേണ്ടത് സന്തോഷം, ഹാപ്പിനെസ് ആണ്. പക്ഷേ സത്യത്തിൽ ഇന്നത് ആർക്കും കിട്ടുന്നില്ല എന്ന് മാത്രം. ഒരു ജോലിയിൽ അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റ് ഓരോ മേഖലയിലും, ജോലി ചെയ്യുന്ന മേഖലയായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബത്തിലായിക്കോട്ടെ, മറ്റു പല ഏരിയയിലേക്ക്, ഓരോ ക്ലബ്ബുകളോ ഏതിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സത്യത്തിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല 100%. പക്ഷേ RCM എന്ന പ്രസ്ഥാനത്തിൽ എനിക്ക് 100% പറയാൻ പറ്റും, എല്ലാവരും ഹാപ്പിയാണ്. RCMൽ ജീവിക്കുന്നവരെല്ലാവരും ഹാപ്പിയാണ്. RCMൽ ID എടുത്തവരെല്ലാവരും ഹാപ്പിയാന്ന് ഞാൻ പറയില്ല. പക്ഷെ RCMലൂടെ ജീവിക്കുന്നവരെല്ലാവരും ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും, മറ്റുള്ളവരിലേക്ക് ആരോഗ്യം എത്തിക്കാനും, നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാനും ഉള്ളൊരു അവസരമാണ് ഇവിടെ ദൈവമായിട്ട് മുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചത്. അപ്പൊ ഇന്ന് കൂടുതൽ മുഖവരെയൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ആരോഗ്യത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് നേരിടുന്ന 2 പ്രശ്നങ്ങളിൽ ഒന്നാണ് ആരോഗ്യ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം, തൊഴിലില്ലായ്മയുണ്ട്. ഇനി തൊഴിലുള്ളവർക്ക് തന്നെ ആവശ്യത്തിന് വരുമാനം കിട്ടുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആശുപത്രികൾ വളർന്നുകൊണ്ടിരിക്കുന്നു, ആശുപത്രിയിലുള്ള രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, മരുന്ന് കഴിക്കുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു മരുന്നെങ്കിലും കഴിക്കാത്ത ഒരു രോഗിയും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ള നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മരുന്നിന്റെ ഉപയോഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകുന്ന അവസ്ഥയിലാണ്. മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത, ഇന്നലെ ഒരു കണക്ക് കേട്ടത്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മരുന്നിന്റെ, സാറ് തന്നെയാണല്ലോ പറഞ്ഞത്, സാറ് തന്നെയാണ് പറഞ്ഞത്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മരുന്നിന്റെ ഭൂരിഭാഗവും കൺസ്യൂം ചെയ്യുന്നത് മലയാളികളായ നമ്മളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി എന്താ പറയുക, വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും ആരോഗ്യ കാര്യത്തിൽ നമ്മൾ ഒരു അപ്ഗ്രേഡേഷനിലേക്ക് വന്നിട്ടില്ല, അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല.
അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പണ്ട് ചെറിയ മൊബൈൽ ഫോൺ, ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാലും ആരെങ്കിലും പുതിയതായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ, ചെറിയ ഫോൺ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് സ്മാർട്ട് ഫോണിലേക്ക് വന്നു. ചെറിയ കുഞ്ഞ് ടി വി ഒക്കെ വെച്ച് കണ്ടിരുന്ന, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ടി വി കണ്ടിരുന്ന ആ സ്ഥലത്ത് ഇന്ന് LED ഡിജിറ്റൽ ടി വിയിലേക്ക് വന്നു. അതുപോലെ തന്നെ സൈക്കിൾ ഉണ്ടായിരുന്നിടത്ത് സ്കൂട്ടറിലേക്കും അതുപോലെ തന്നെ കാറിലേക്കും മാറി. ഓരോ കാര്യങ്ങളിൽ അപ്ഗ്രേഡേഷൻ നടന്നു. പക്ഷേ ഹെൽത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അപ്ഗ്രഡേഷൻ അല്ല നടന്ന്, ഡീഗ്രഡേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് നമ്മൾ കഴിച്ചിരുന്നത് നല്ല ഭക്ഷണമായിരുന്നു, നല്ല വായു ആയിരുന്നു അന്നുണ്ടായിരുന്നത്, നല്ല വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്, നല്ല പച്ചക്കറികളായിരുന്നു ഉണ്ടായിരുന്നത്. പാചക രീതികളെല്ലാം നല്ല പാചക രീതി, അടുപ്പിലുണ്ടാക്കുന്നു, നല്ല പാത്രങ്ങൾ, മൺപാത്രങ്ങൾ അല്ലെങ്കിൽ ഓടിന്റെ പാത്രങ്ങൾ, അങ്ങനെ നല്ല രീതിയിലുള്ള പാചകങ്ങളാണ് ചെയ്തിരുന്നത്. ചേരുന്നത് ഏത്, ചേരാൻ പാടില്ലാത്തത് ഏതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്ന് അതൊന്നുമല്ല. പറമ്പില് പാടത്തുള്ള പച്ചക്കറികളല്ല നമ്മൾ കഴിക്കുന്നത്. ഭക്ഷണ രീതികൾ ആകെ മാറിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നല്ല ഭക്ഷണം അകത്തേക്ക് പോകുന്നില്ലെന്നത് ഒരു വസ്തുത. അതിൻ്റെ കൂടെ ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ അകത്തേക്ക് പോകുന്നു എന്നുള്ളത് വേറൊരു സത്യം. നല്ല ഭക്ഷണമാണ് മരുന്ന്, ഭക്ഷണമാണ് മരുന്ന് എന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറഞ്ഞു. പക്ഷേ ആ ഭക്ഷണം പണ്ടുള്ള അടുക്കളയിൽ ഉണ്ടായിരുന്നു. പണ്ടത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു രോഗം വന്നാൽ ബോഡിയെ ഡീറ്റോക്സിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, എങ്ങനെയാണ് ആ രോഗത്തിന് ഒറ്റമൂലി കൊടുത്ത് മാറ്റിയെടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ ആളുകൾ അത് ചെയ്യുന്നുമില്ല. മറ്റു പുതിയ പല ലൈഫ് സ്റ്റൈലിലേക്കും കടന്നു കഴിഞ്ഞു. നമ്മുടെ കേട്ടാൽ നമ്മൾക്ക് കൊതിയൂറുന്ന പല ഭക്ഷണങ്ങളും, നിറം കണ്ട് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളും, രുചി കൊണ്ടും ഗന്ധം കൊണ്ടും എല്ലാം ആകർഷിക്കപ്പെടുന്ന ഭക്ഷണങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. പക്ഷേ ആ ഭക്ഷണത്തിലേക്ക് നമ്മൾ പോയപ്പോൾ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഡീഗ്രേഡേഷൻ ആണ് സംഭവിച്ചത്. അപ്ഗ്രേഡിങ് അല്ല നടന്നത്, ഡീഗ്രേഡിങ് ആണ് നടന്നത്. താഴോട്ട് പോയി. നല്ല ഭക്ഷണം ഒരു ഭാഗത്ത് കിട്ടുന്നില്ല, അതിൻ്റെ ഒപ്പം വേണ്ടാത്തത്, വിഷമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചേർത്ത ഭക്ഷണങ്ങൾ, പ്രിസർവേറ്റീവ്സ് ചേർത്ത ഭക്ഷണങ്ങൾ, കുറേ പ്രാവശ്യം ചൂടാക്കിയ ഭക്ഷണങ്ങൾ, ഒന്നിലധികം ചൂടാക്കി ഓയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇതെല്ലാം മൈദ ചേർത്തത്, പഞ്ചസാര ചേർത്തത്, കണ്ണിന് ആനന്ദം തരുന്നതും നാവിന് രുചി തരുന്നതിലേക്കും എല്ലാവരും കയറി ഇറങ്ങിയപ്പോൾ ഇന്ന് സംഭവിച്ചത് വലിയ ആപത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ അവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുരുഷന്മാരുടെ ആരോഗ്യത്തെ പറ്റിയാണ്. എല്ലാവരും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ റിസ്ക്കാണ്. നമ്മളൊരു റിസ്കിലാണ് നിൽക്കുന്നത്, റിസ്ക് പോയിന്റിലാണ് നിൽക്കുന്നത്. അതായത് അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം എന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് രോഗം വരാം. കാരണം ആരും സേഫ് അല്ല. കാരണം നമ്മളെല്ലാവരും ഒരേ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാക്കറ്റുകളിൽ വാങ്ങിക്കഴിക്കുന്ന സാധനങ്ങൾ പലതും ഡ്യൂപ്ലിക്കേറ്റ്, മായം ചേർന്നത്, ശരീരത്തിനെ ഇല്ലാതെ ആക്കുന്ന സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തന്നെ, സുഡാൻ ചേർത്ത മുളക് പൊടി, ലെഡ്ക്രോമേറ്റ് ചേർത്ത മഞ്ഞൾപ്പൊടി, അതുപോലെ കുതിരച്ചാണകം പോലെ മറ്റു സാധനങ്ങൾ ചേർത്ത മല്ലിപ്പൊടി, സത്തെടുത്ത് എസൻസ് എടുത്തിട്ട് ബാക്കി ചണ്ടി പോലെ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ നല്ലതെന്ന് വാങ്ങി ഉപയോഗിച്ച് നമ്മളെ ഒരു കൂട്ടം ആളുകൾ പറ്റിക്കുമ്പോൾ, നമ്മൾ പറ്റിക്കപ്പെടുമ്പോൾ, കയ്യിലുള്ള പൈസ മുഴുവൻ സാധനങ്ങൾ വാങ്ങാനും നിത്യോപയോഗ ദൈനംദിന ജീവിതത്തിന് വേണ്ടി ചെലവാക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പൈസ ആശുപത്രിയിലേക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുന്നു. അതിൽ കൂടെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, അതുപോലെ ഫാറ്റി ലിവർ, ഒബേസിറ്റി, ഇതൊക്കെ കടന്നു കയറിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളുമാണ്. സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്, എക്സസൈസ് ഇല്ലാത്ത ജീവിത രീതിയാണ്. അവിടെയാണ് RCM നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ആരോഗ്യത്തോടു കൂടി മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥൻ ഡോക്ടർ രാജൻ സാർ നമ്മളെ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആരോഗ്യത്തോടു കൂടി, അല്ലെങ്കിൽ മരുന്നുകളില്ലാതെ എങ്ങനെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാം എന്നുള്ളത്. അത് അന്വർത്ഥമാക്കുന്ന പ്രസ്ഥാനം, അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പ്രസ്ഥാനം, നല്ല ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനും പോഷക ന്യൂനതയെ പരിഹരിക്കാൻ. പോഷക ന്യൂനതയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു കാരണം ഭക്ഷ്യവസ്തുക്കളിലെ മായമാണ്. മറ്റൊരു കാരണം എക്സസൈസ് ഇല്ലാത്തതാണ്. മറ്റൊരു കാരണം ജങ്ക് ഫുഡുകളുടെ അധികമായ ഉപയോഗമാണ്. പിന്നെ ഒരു കാരണം നമ്മുടെ വിസർജ്യം കൃത്യമായിട്ട് പുറത്തേക്ക് പോകാത്തതാണ്. അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം മറ്റൊരു കാരണമാണ്. ഈ കാരണങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ ഇതിനെ തരണം ചെയ്യാം, ഈ ഒരു അവസ്ഥയിലൂടെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം, അതിനുള്ള വലിയൊരു കൈത്താങ്ങുമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ എല്ലാവരും ഡിസ്കഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ ആരോഗ്യം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് നമ്മൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കാരണം
ഒരു വീടിന്റെ താങ്ങും തണലുമായിട്ട് ആ വീടിനെ നയിച്ചു കൊണ്ടുപോകുന്നത് ഒരുവിധം എല്ലാ വീടുകളിലും പുരുഷന്മാർ തന്നെയാണ്. കാരണം അവരാണ് പുറത്തു പോയി കൂടുതൽ പേരും, സ്ത്രീകൾ പോകുന്നില്ലെന്നല്ല, പക്ഷെ കൂടുതലായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ പുരുഷന്മാരാണ്. പുറത്തു പോയി ജോലി ചെയ്യുന്നു. പല ജീവിത സാഹചര്യങ്ങൾ, പല ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കൽ എഫേർട്ടുള്ള പണികൾ, പലപ്പോഴും ബിൽഡിംഗ് കെട്ടുന്നതും അങ്ങനത്തെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഫിസിക്കൽ എഫേർട്ടുള്ള വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുന്നില്ല. അത് എനർജി നിലനിർത്താൻ വേണ്ടി അവരെന്താണോ കിട്ടുന്നത് അത് വാങ്ങി കഴിക്കേണ്ടി വരുന്നു. കാരണം വൈകുന്നേരം വരെ പണിയെടുക്കണം, ജോലി ചെയ്യണം, അതിന് വേണ്ട എനർജി വേണം. അപ്പോൾ അവർക്ക് എന്ത് ഡ്രിങ്ക് ആണോ കിട്ടുന്നത്, നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയി കൊക്കക്കോള, സോഡ, മിറിൻഡ, അതുപോലത്തെ കളറ് ചേർത്തിട്ടുള്ള മറ്റ് ജ്യൂസുകളെല്ലാം വാങ്ങി കുടിക്കേണ്ടി വരുന്നു. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, സാഹചര്യങ്ങൾ, ഒരു മിനിറ്റ് ഓൾ മ്യൂട്ട് ഞാൻ ഒന്ന് കൊടുത്തു. ഹെൽത്തി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നോ അവർക്ക് ചായ, കോഫി പോലത്തെ ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കേണ്ടി വരുന്നു. കാരണം അവർക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യണം. അവസാന സമയം ജോലി കഴിഞ്ഞ് വരുന്നവരെ, വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ. പലപ്പോഴും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയാൽ തന്നെ ഭക്ഷണം ശരിയായി കഴിക്കാനോ അവർക്ക് സാധിക്കുന്ന സാഹചര്യത്തിൽ വർക്ക് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, പുരുഷന്മാര് പ്രത്യേകിച്ച്. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ, അതുപോലെ തന്നെ മാനസികമായിട്ട് അവർക്ക് എഫേർട്ട് കൂടുതലുള്ള വർക്കുകൾ, മനസ്സിന് സ്ട്രെസ് വരുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, അതായത് ഹെൽത്തി ആയിട്ട് ഉള്ളതല്ലാത്ത ഭക്ഷണങ്ങൾ, പലപ്പോഴും വയറ് നിറയ്ക്കാൻ വേണ്ടി ജങ്ക് ഫുഡുകളായിട്ടുള്ള ബർഗർ, പിസ്സ, അല്ലെങ്കിൽ ബജികൾ, വീണ്ടും വീണ്ടും ചൂടാക്കി എണ്ണയിൽ ഉപയോഗിക്കുന്ന ബജികളൊക്കെ സ്ഥിരം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജോലി സമയത്ത് 4 മണിക്ക് ചായ കുടിക്കുമ്പോഴോ 10 മണിക്ക് ചായ കുടിക്കുമ്പോഴോ സ്ഥിരം ഒരു ഹാബിറ്റായിട്ട് ഒരു വട കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബജി കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു പപ്സ് കഴിക്കുന്നു, ബർഗർ കഴിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഡെയിലി അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റിലൂടെ പോയി ശരീരത്തെ, ആരോഗ്യത്തെ അവരറിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ പോകുന്നവരാണ് കൂടുതലും പുരുഷന്മാർ. സ്ത്രീകൾ മോശമൊന്നുമല്ല, ഒരുവിധം അതിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. എങ്കിലും പുരുഷന്മാർക്കാണ് കൂടുതൽ എഫേർട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് സാഹസികമായിട്ടുള്ള ജോലികളിലേക്ക് ഇടപഴകുന്നവർ പുരുഷന്മാരാണ്. അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലായി. പലപ്പോഴും ചിലരെല്ലാം ക്ഷീണം മാറ്റാനായിട്ട് എന്താ പറയുക, സിഗരറ്റ് സ്മോക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ ഡ്രിങ്കിങ്ങിലേക്ക് മാറാറുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനു മുമ്പ് ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇന്ന് നോക്കിയതാണ്, നമ്മുടെ നെറ്റിൽ നോക്കിയിട്ട് എടുത്ത ഒരു റിപ്പോർട്ടാണ്. നമ്മുടെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൂടുതലായിട്ട് കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നത്. അവർ എന്തുകൊണ്ട് അവർക്ക് അൺഹെൽത്തി ആയി പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പല ഭക്ഷണം പല സ്ഥലത്തു നിന്ന് കഴിക്കുന്നു, പല ജോലികളിൽ പോകുന്നു, പല ഫീൽഡ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഒന്ന് കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്. ഇന്നലെ സാറ് പറഞ്ഞു 26% ചെറുപ്പക്കാർക്കും ഹാർട്ട് സംബന്ധമായ ഡിസീസ് വരുന്നു, സ്ട്രോക്ക് വരുന്നു. അതുപോലെ തന്നെ അവർക്ക് വരുന്ന ഇൻക്രീസ്ഡ് BP, പ്രഷർ കൂടുന്നത്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. BP കൂടുന്ന, ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കൂടുതലും 40 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ 3 പ്രശ്നങ്ങൾ വരുന്നത്. അവരുടെ ഡയറ്റിന്റെ അൺഹെൽത്തി ഡയറ്റ്, അതുപോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, സെഡൻഡറി ജോബ്, അതായത് ഇരുന്നിടത്തിരുന്ന് ചെയ്യുന്ന ജോലി, വൈകുന്നേരം വരെ ഒരേ സ്ഥലത്തിരുന്ന് ചെയ്യുന്ന ജോലി അതിനൊരു കാരണമാണ്. പിന്നെ ക്രോണിക് സ്ട്രെസ്, അതുപോലെ തന്നെ ആൽക്കഹോളും ടുബാക്കോ, പുകവലി. ഇതൊക്കെയാണ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ്, അതുപോലെ തന്നെ സ്ട്രോക്ക്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഇതിനൊക്കെ കാരണമാകുന്നത്. അതുപോലെ അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഡയബറ്റീസും മെറ്റബോളിക് സിൻഡ്രോം. അതായത് ഇന്ന് എല്ലാവർക്കും അറിയാം. വരുന്നുണ്ട് സർ. ഇത് പ്രോബ്ലംസ് ജസ്റ്റ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത മെയിൻ ഇഷ്യൂസ് പറയുന്നതാണ്. ഡയബറ്റിക് മെറ്റബോളിക് സിൻഡ്രോം, അത് പുവർ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് അവർക്ക് വരുന്നത്. ഇന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ സുരേഷ് സാറ് പറയാറുണ്ട്, മധ്യഭാഗം മുന്നോട്ടുന്തി നിൽക്കുന്നത് മെറ്റബോളിക് സിൻഡ്രത്തിന്റെ ഒരു എന്താ പറയുക ലക്ഷണമാണ്. അത് കാണിച്ചു തരുന്നതാണ്. എല്ലാവർക്കും മെറ്റബോളിക് സിൻഡ്രം ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്. അതുപോലെ ക്യാൻസർ, ലങ്, ഓറൽ ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ, ഇത് ഇന്ന് ചെറുപ്പക്കാരിൽ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാറ്റി ലിവർ ഞാൻ പറഞ്ഞു. അതുപോലെ ഒബേസിറ്റി, വിസറൽ ഫാറ്റ് കൂടുന്നത്. വിസറൽ ഫാറ്റ് നമ്മുടെ ബോഡി സ്കാനറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 25% പുരുഷന്മാരും ഓവർ വെയിറ്റ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്.
റിപ്പോർട്ടാണ്, ഇന്ന് എടുത്ത റിപ്പോർട്ടാണ്. 25% പുരുഷന്മാരും ഓവർ വെയിറ്റ്. അതുപോലെ അബ്ഡോമിനൽ ഫാറ്റ് കൂടുന്നത്, അത് നമ്മൾ പറഞ്ഞ വിസറൽ ഫാറ്റ് വളരെയധികം കൂടുതലാണ്. അത് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾക്ക്, ലിവർ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. മാനസികാരോഗ്യം, അതുപോലെ തന്നെ റെസ്പിറേറ്ററി, ലിവർ ഡിസോർഡേഴ്സ്, ഇതെല്ലാത്തിനും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഒന്ന്, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടുവരണം. 2, ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരണം. 3, നമുക്ക് ഡ്രിങ്ക്സിനെ, മറ്റ് അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഡ്രിങ്ക്സിനെയും, ജങ്ക് ഫുഡുകളെ അവോയ്ഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ സ്ക്രീനിങ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ പ്രഷർ മോണിറ്റർ ചെയ്യാം. മോണിറ്റർ മീൻസ് ഇടയ്ക്ക് ഒന്ന് BP ചെക്ക് ചെയ്യുക, ഇടയ്ക്ക് ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനം നമുക്ക് വലിയൊരു കൈത്താങ്ങായിട്ട് വന്നിരിക്കുന്നു. അതിനാണ് നമ്മൾ ന്യൂട്രിചാർജ് മെൻ ഇറക്കിയിരിക്കുന്നത്, പുരുഷന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സർ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. പുരുഷന്മാർക്ക് വരുന്ന പോഷകാഹാരക്കുറവ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് പ്രീമേച്വർ ഏജിങ്. ഒന്നാമത്തെ പ്രശ്നമാണ് പോഷകങ്ങൾ ശരീരത്തിലില്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഏജ് ആവുന്നത്, പ്രീമേച്വർ ഏജിങ്. അതായത് പ്രായം 50 ആയിട്ടുള്ളൂ, പക്ഷേ ഒരു 70 വയസ്സ് പോലെ തോന്നുക. അത് തന്നെ നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട്. പിന്നെ എപ്പോഴും ക്ഷീണം, വയ്യ. സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് രാവിലെ ജോലിക്ക് പോകാൻ എണീക്കാൻ വയ്യ, ജോലി കഴിഞ്ഞ് വന്നാൽ കിടക്കണം എന്നൊരു തോന്നല്, എപ്പോഴും അങ്ങനെ ഒരു ക്ഷീണം വരുന്നത്. അതുപോലെ തന്നെ റിങ്കിൾസ് ഓൺ ഫേസ്, അത് പ്രീമേച്വർ ഏജിങ്ങിന്റെ സിംറ്റംസ് ആണ്. മുഖത്ത് എപ്പോഴും ചുളിവുകൾ വരിക, ഇതൊക്കെ കാണിക്കുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് നമ്മൾ കാണിക്കുന്നത്. കണ്ണിന്റെ കാഴ്ച ശരിക്ക് കാണാതെ ഇരിക്കുക, കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രോബ്ലം വരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ജീവിതം തന്നെ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നത്, BP, ഷുഗർ, അതുപോലെ എപ്പോഴും രോഗങ്ങൾ വരിക, പ്രതിരോധ ശക്തി തീരെ കുറവ്. അതുപോലെ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോയോന്ന് വെച്ച് ജോലിക്ക് പോയി, ജോലി ചെയ്യുന്നുണ്ടോന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട്, അതായത് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമ്മൾ ആകെ ഡള്ളായി ക്ഷീണിച്ച് വർക്ക് ചെയ്യുന്നു. ശരിക്കും 2 മണിക്കൂർ ചെയ്യേണ്ട ജോലി നമ്മൾ 4 മണിക്കൂർ എടുത്ത് ചെയ്യുന്നു. അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വക പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ പ്രശ്നം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ്. ശരിക്കും എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷകങ്ങൾ നിറഞ്ഞതല്ലെന്ന് എല്ലാവർക്കും അറിയാം. വയറ് നിറയ്ക്കാനും നാവിനെ സുഖിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് ഇഷ്ടം തോന്നുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം സെലക്ട് ചെയ്താൽ, രാവിലെ ഞാൻ ഇന്നത് കഴിച്ചു, ഉച്ചയ്ക്ക് ഞാൻ ഇത് കഴിച്ചു, വൈകുന്നേരം ഞാൻ ഇത് കഴിച്ചു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പോലും നമുക്കതിനകത്ത് കാണാൻ പറ്റില്ല എന്തെങ്കിലും പ്രോട്ടീനോ വൈറ്റമിൻസോ. നമുക്ക് ഗൂഗിളിലോട് ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ ഇന്ന് രാവിലെ ഇത് കഴിച്ചു, അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര വൈറ്റമിൻസ് ഉണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ അത് പറഞ്ഞു തരും. അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ 7 ഇലക്കത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുമോ സാർ അത്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം പോലെ തന്നെ നമ്മുടെ ശരീരത്തെ നിലനിർത്തണമെങ്കിൽ, കൈത്താങ്ങാക്കി താങ്ങി നിർത്തണമെങ്കിൽ, രോഗങ്ങളില്ലാതെ തടഞ്ഞു നിർത്തണമെങ്കിൽ നമുക്ക് സപ്ലിമെന്റ് കൂടിയേ തീരൂ. അതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസും കൂടിയേ തീരൂ. വെള്ളം കുടിക്കുന്നത് നിർബന്ധമാക്കിയാൽ മാത്രമാണ് സപ്ലിമെന്റ് വർക്ക് ചെയ്യുള്ളൂ. ചില ആളുകൾ സപ്ലിമെന്റ് ധാരാളം എടുക്കും, മറ്റു പല സാധനങ്ങളും കഴിക്കും, പക്ഷെ വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് അതോടെ വർക്ക് ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ട് സപ്ലിമെന്റ്സ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കണ്ടു ന്യൂട്രിചാർജ് മെൻ എന്താണെന്ന് കണ്ടു. നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയെ ഇല്ലാതെയാക്കാനും അതിനെ കുറച്ചു കൊണ്ടുവരാനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും രോഗങ്ങൾ ഇല്ലാതിരിക്കാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് മെൻ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ സ്കിപ്പ് നമ്മൾ പറഞ്ഞതാണ്. ന്യൂട്രിചാർജ് മെന്നിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ഗ്രേഡേഷൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ആരെങ്കിലും ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുക്കാൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതാണ്. 33 ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു എന്താ പറയാ, നമ്മുടെ ന്യൂട്രീഷൻ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ, ചാർജിങ് അവർ ബോഡി, നമ്മുടെ ബോഡിയെ ചാർജ് ചെയ്യാൻ, ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ
അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ധനം വാഹനത്തിൽ ഒഴിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഇന്ധനമാണ് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ, അതുപോലെ വെള്ളം. ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ശരീരം അതിൻ്റെ താളപ്പിഴകൾ കാണിച്ചു തന്നിരിക്കും. പതുക്കെ 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 കാണിക്കും, പല പല രീതിയിൽ കാണിക്കും. അതിനെ നമുക്ക് കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും സാധിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ ചെന്ന് വീഴുന്ന സ്ഥലമാണ് ഹോസ്പിറ്റലും ICUവും ഒക്കെ. അപ്പൊ അവിടെ എത്താതിരിക്കണമെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത രീതിയിൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ പൊല്യൂഷനും അതുപോലെ മറ്റുള്ള വെള്ളത്തിൻ്റെയും മറ്റ് പച്ചക്കറികളുടെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സപ്ലിമെൻ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 33 പോഷകങ്ങൾ അടങ്ങിയ വൈറ്റമിൻസ്, മിനറൽസ്, 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 4 ബൊട്ടാണിക്കൽസ്, 3 അമിനോ ആസിഡ്, ഇതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, നമ്മളെല്ലാവരും ലീഡേഴ്സാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. പക്ഷെ ഒരാളോട് പറയുമ്പോൾ ഇതെല്ലാം പറയേണ്ട കാര്യമില്ല. എന്താണോ പറയേണ്ടത്, എന്താണോ അവർക്ക് ആവശ്യം, അവരുടെ ഒരു വിദ്യാഭ്യാസ നിലയും അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിലാക്കാനുള്ള അറിവും അല്ലെങ്കിൽ അവരുടെ എന്താണോ കുറവുകളും അത് മനസ്സിലാക്കി അത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം, നമ്മുടെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പറ്റാവുന്നവരൊക്കെ ബുക്ക് പേനയെടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 4 ബൊട്ടാണിക്കൽസ്, 3 അമിനോ ആസിഡ്. വൈറ്റമിൻസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. വൈറ്റമിൻസ് നമ്മുടെ എനർജി, സ്റ്റാമിന കൂട്ടാനും നമ്മളെ ചെറുപ്പമാക്കി നിലനിർത്താനും, അതായത് പ്രായത്തിനനുസരിച്ചുള്ള പ്രായം, 70 വയസ്സ് 80 വയസ്സായിട്ട് നമ്മൾ 20 വയസ്സുകാരനെ പോലെ ഇരിക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രായത്തിനനുസരിച്ച് നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ മിനറൽ സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ ഇത് എന്താണെന്ന് ചിലർ ചോദിക്കും, ഇത് കൊടുക്കുമ്പോൾ തന്നെ ചോദിക്കും. ഇതൊരു വൈറ്റമിൻ മിനറൽ സപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പോഷകാഹാരമാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടാത്ത പോഷകങ്ങൾ ഒരു സപ്ലിമെന്റ് ആയിട്ട്, ഒരു താങ്ങ് പോലെ, നമ്മളൊരു ചുമര് വീഴാൻ നിൽക്കുമ്പോൾ അതിനൊരു കുത്തു കൊടുക്കും, താങ്ങ് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഒരു താങ്ങാണ് ഇത്. അപ്പൊ ഇതിൽ വൈറ്റമിൻസ് ഏതൊക്കെയാന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റമിൻ B1, B2, B3, B5, B6, B12, അതായത് B കോംപ്ലക്സ്, വൈറ്റമിൻ B കോംപ്ലക്സ് ഇതിനകത്തുണ്ട്. അതുപോലെ വൈറ്റമിൻ A ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ D ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്, വൈറ്റമിൻ K ഉണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് ഫോളിക് ആസിഡ് ആൻഡ് ബയോട്ടിൻ ആണ്. അതും വൈറ്റമിൻ B കോംപ്ലക്സിൽ തന്നെ വരുന്നതാണ്. ഒരെണ്ണം B7 ആണ്, ഒരെണ്ണം B9 ആണ് വരുന്നത്. അപ്പോൾ ഇത് B കോംപ്ലക്സ്, വൈറ്റമിൻ A, വൈറ്റമിൻ B കോംപ്ലക്സ്, വൈറ്റമിൻ C, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K, ഇത്രയും വൈറ്റമിൻസ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് ഇതിനകത്തുണ്ട്. അതിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഇത് 4ഉം ഏതാണ്? ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് ആണ്. ഫാറ്റ് സോലബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിലലിയുന്ന വൈറ്റമിനുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ആവശ്യത്തിന് നല്ല ഫാറ്റ് ഉണ്ടായിരിക്കണം. ചീത്ത ഫാറ്റ് അല്ല, ട്രാൻസ് ഫാറ്റ് അല്ല, നല്ല ഫാറ്റ് ഉണ്ടായിരിക്കണം. ഫാറ്റിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, കെ, ഇത് 4ഉം. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് മാറിക്കോ സർ. അപ്പോൾ നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ് പറഞ്ഞു. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽസ്, നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുള്ള 4 ബൊട്ടാണിക്കൽസ്, അത് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ബീറ്റാ കരോട്ടിൻ ഉണ്ട്, ലൂട്ടിൻ ഉണ്ട്, ലൈക്കോപ്പിൻ ഉണ്ട്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രീൻ ടീ കുടിക്കാത്തവർ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഗ്രീൻ ടീക്ക് ഒരുപാട് പവർ ഉണ്ട്. ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മെന്റൽ അലേർട്ട്നെസ്, മാനസികാരോഗ്യം കൂട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ ഷുഗറിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റാമിന കൂട്ടാനും എനർജി കൂട്ടാനും സഹായിക്കും. പിന്നെ ഹൃദയത്തിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ. ഹൃദയത്തിനെ സഹായിക്കാൻ, പിന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നു. അപ്പൊ ഇത്രയും ഗുണങ്ങൾ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റിനുണ്ട്. അതായത് ഫാറ്റ് കുറയ്ക്കുന്നു, മെന്റൽ അലേർട്ട്നെസ് കൂട്ടുന്നു, അതുപോലെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, ഷുഗറിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു, സ്റ്റാമിന എനർജി കൂട്ടുന്നു. അതുപോലെ തന്നെ മെറ്റബോളിസം നമ്മൾ ഡൈജഷൻ പറഞ്ഞു, ഡൈജഷനും മെറ്റബോളിസം ഒക്കെ കണക്റ്റഡ് ആണ്, കൂട്ടാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഗ്രീൻ ടീ ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള ഗ്രീൻ ടീ ആണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിൽ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ചെടികളിൽ നിന്ന്, ബൊട്ടാണിക്കൽസ് എന്ന് പറഞ്ഞാൽ ചെടികളിൽ നിന്ന് എടുക്കുന്നത് എന്നാണ് അർത്ഥം. അതുപോലെ നെക്സ്റ്റ് ആണ് നമ്മുടെ സർ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മാറ്റിക്കോളൂ. ലൂട്ടിൻ ഉണ്ട്, 3 അമിനോ ആസിഡ്സ് ഉണ്ട്, L-ലൈസിൻ ഉണ്ട്, L-ആർജിനിൻ ഉണ്ട്, L-മിത്തിയോണൈൻ ഉണ്ട്.
അതായത് 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 4 അമിനോ ആസിഡ്, 4 ബൊട്ടാണിക്കൽസ്, 3 അമിനോ ആസിഡ്. അമിനോ ആസിഡിലുള്ളത് L-ലൈസിനും, L-അർജിനിനും, L-മെത്തിയോണൈനും ആണ്. ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ട് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് കാണാം. നമുക്ക് ആദ്യം തന്നെ ബൊട്ടാണിക്കൽസ് ആണ് പറഞ്ഞത്. ബൊട്ടാണിക്കൽസിൽ നമ്മൾ ഒരെണ്ണം കണ്ടു, ഗ്രീൻ ടീ കണ്ടു. നെക്സ്റ്റ് സ്ലൈഡ് ആക്കിക്കോളൂ സർ. ലൂട്ടിൻ. അടുത്തത് ലൂട്ടിനാണ്. 4 ബൊട്ടാണിക്കൽസ് നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ലൂട്ടിൻ, അതുപോലെ തന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ലൈക്കോപ്പിൻ, അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിൻ. ഇത് 4ആണ്. ലൂട്ടിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ ലൂട്ടിൻ ഉണ്ട്. ആരാന്ന് കമന്റ് ചെയ്യുന്ന ലൂട്ടിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാ? നമ്മുടെ ന്യൂട്രി ചാർജിൽ തന്നെ ലൂട്ടിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ ലൂട്ടിൻ നമ്മുടെ കണ്ണിന് ആരോഗ്യം ഉണ്ടാക്കും, അതുപോലെ സ്കിന്നിനെ ഹെൽത്തി ആക്കി, സ്കിന്ന് സോഫ്റ്റ് ആക്കി നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ന്യൂട്രി ചാർജ് മെന്നിൽ ചെറിയ അളവിൽ ലൂട്ടിൻ ഉണ്ട്. അത് വിഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കും. അതുപോലെ ഫ്രീ റാഡിക്കൽ ഡാമേജ്, നമ്മൾ സൺലൈറ്റിലേക്കൊക്കെ പോകുന്ന സമയത്തുള്ള ഡാമേജിനെ ഇല്ലാതെയാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ഡീജനറേഷൻ, പ്രായമാകുമ്പോൾ നമുക്ക് കാഴ്ച കുറയും. ആ പ്രായമാകുമ്പോൾ കാഴ്ച കുറയുന്നതിന് ഇല്ലാതെയാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ തടയിടാനായിട്ട് സഹായിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ലൂട്ടിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചെണ്ടുമല്ലിപ്പൂവിൽ നിന്ന് എടുക്കുന്നതാണ്. നമുക്കറിയാം, ന്യൂട്രി ചാർജ് വ്യൂ എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ലീഡേഴ്സ്. അപ്പം നമ്മുടെ ന്യൂട്രി ചാർജ് വ്യൂവിൽ ലൂട്ടിൻ, സിയാസാന്തിൻ ആണ് മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് 1:5 എന്ന് പറഞ്ഞ റേഷ്യോയിൽ. അപ്പോൾ ആ റേഷ്യോയിലാണ് നമ്മുടെ കണ്ണിലും ലൂട്ടിൻ ഉള്ളത്. പക്ഷേ അത് ആ ഒരു റേഷ്യോയിൽ വരുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ന്യൂട്രി ചാർജ് വ്യൂ തന്നെയാണ്. പുറത്തുള്ള പല വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റിലും 1:5 എന്ന് പറഞ്ഞ റേഷ്യോയിലല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ലൂട്ടിൻ, സിയാസാന്തിൻ അതുപോലെ വന്നിരിക്കുന്നത്. ആ ലൂട്ടിൻ നമ്മുടെ ന്യൂട്രി ചാർജ് മെന്നിലുണ്ടെന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അടുത്ത ബൊട്ടാണിക്കലാണ് ബീറ്റാ കരോട്ടിൻ. ബീറ്റാ കരോട്ടിൻ അത് വേറൊരു ആന്റി ഓക്സിഡന്റ് തന്നെയാണ്. അത് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അത് രാത്രി കാഴ്ച കാണാത്ത ഒരു രോഗമുണ്ട്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അത് തടയാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ കാഴ്ചയെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള നമ്മുടെ പെർഫോമൻസും അതുപോലെ നമ്മുടെ ശക്തിനെ ഒക്കെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ബീറ്റാ കരോട്ടിൻ. അത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. മാങ്ങയിൽ നിന്ന് എടുത്തിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ എക്സ്ട്രാക്ട് നമ്മുടെ ന്യൂട്രി ചാർജ് ഓവറോൾ പെർഫോമൻസ്, ഫിസിക്കൽ പെർഫോമൻസ്, കണ്ണിന്റെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യും. ലൂട്ടിനും അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഗ്രീൻ ടീ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ബോഡി ഫാറ്റ് കുറയ്ക്കുന്നു, സ്റ്റാമിന കൂട്ടുന്നു, ബൂസ്റ്റ് എനർജിയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അതുപോലെ ഗ്രീൻ ടീ പറഞ്ഞതാണ്. അടുത്ത ലൈക്കോപ്പിൻ ആണ്, അടുത്ത ബൊട്ടാണിക്കൽ. ലൈക്കോപ്പിൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഷുഗറിനെ കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിന് ലൈക്കോപ്പിൻ തക്കാളിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ് ലൈക്കോപ്പിൻ. ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സ്കിന്നിന്റെ ഗ്ലോ കൂട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ലൈക്കോപ്പിൻ. ഹാർട്ട് ഡിസീസിന് പ്രിവെന്റ് ചെയ്യും. പ്രീമച്വർ ഏജിങ്, നേരത്തെ പ്രായമാകുന്നതിനെ തടയുന്നു. ഇത്രയും ചെയ്യുന്ന ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈ 4 ബൊട്ടാണിക്കൽസിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ആ 4 ബൊട്ടാണിക്കൽസ്. അടുത്തത് നമ്മുടെ ആന്റി ഓക്സിഡൻസ്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ടെന്ന്. വൈറ്റമിൻസിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ധാതുക്കൾ എന്ന് പറയുന്ന മിനറൽസ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതൊക്കെ അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വൈറ്റമിൻസിനെയും മിനറൽസിനെയും മാത്രം നമ്മൾ എടുത്ത് പറയണം. അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വൈറ്റമിൻസ് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ മിനറൽസ് ആയിട്ടുള്ള സെലിനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക്. ഈ 7 എണ്ണമാണ് ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. നമുക്കറിയാം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ ഒക്കെ ബെസ്റ്റ് ആന്റി ഓക്സിഡൻസ് ആണ്. നമ്മൾ ഗാമ റേസിനോളിനെ പറ്റി പഠിക്കുമ്പോൾ പറയാറുണ്ട് വൈറ്റമിൻ ഇയുടെ 4 ഇരട്ടി പവർഫുൾ ആണ് ഏത് ഗാമ റേസിനോൾ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസ് ആണ്, 7 ആന്റി ഓക്സിഡൻസ്. അതുപോലെ തന്നെ നമ്മുടെ മാംഗനീസ്, അതുപോലെ കാൽസ്യം, അതുപോലത്തെ മിനറൽസ് നമ്മുടെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആന്റി ഓക്സിഡൻസ് എന്തൊക്കെയാണ്? സെലിനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക്. ഇതെന്താ നമ്മളെ സഹായിക്കുന്നത്? പ്രൊട്ടക്ട് ദ സെൽ ഫ്രം ഫ്രീ റാഡിക്കൽ ഡാമേജ്. ഫ്രീ റാഡിക്കൽ ഡാമേജ് എന്താണെന്ന് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ആരെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമ്മൾ വിറക് കത്തുമ്പോൾ ചാരം ഉണ്ടാകുന്നത് പോലെ
നമ്മുടെ ഡൈജഷൻ, ദഹനം, അബ്സോർപ്ഷൻ, ആഗിരണം, അസിമിലേഷൻ, സ്വാംശീകരണം, അതുപോലെ എക്സ്ക്രീഷൻ, പുറത്തേക്കുള്ള വേസ്റ്റ് പോകുന്നത്, ഇത് 4 കൂടിയതാണ് മെറ്റബോളിസം. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫ്രീ റാഡിക്കൽസ്. അതുപോലെ നമ്മുടെ അകത്തേക്ക് വരുന്ന മലിനീകരിച്ച വായുവിലൂടെ, അതുപോലെ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലുള്ള പൊല്യൂഷൻസ്, അതിലൂടെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലെ കെമിക്കൽസും അതിലെ ടോക്സിൻസും എല്ലാം നമ്മുടെ നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകളിലെ, അതുപോലെ നമ്മൾ കഴിക്കുന്ന ട്രാൻസ് ഫാറ്റുള്ള ഓയില്, ഇതിലെല്ലാം ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ശരീരത്തിലും ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കാരണമാകുന്നത്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് സകല രോഗങ്ങളുടെയും തുടക്കം. അപ്പോൾ നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതെയാക്കുക. അത് ഇല്ലാതാക്കണമെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവില്ല. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള സാധനമാണ് ആൻറ്റി ഓക്സിഡൻസ്. ഓക്സിഡേഷനെ തടയാനോ അല്ലെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻസ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ കണ്ട 7 ആൾക്കാർ. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, സെലിനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക്. ഇത് നമ്മുടെ സെല്ലിനെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡാമേജിനെ, നമ്മുടെ ശരീരത്തിൽ അനുനിമിഷം ഉണ്ടാകുന്ന ഈ ഫ്രീ റാഡിക്കൽ ഡാമേജിനെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു പരിധി വരെ തടയാനായിട്ട് നമ്മുടെ ഈ വൈറ്റമിൻസ്, മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ കോംപ്ലിക്കേഷൻസ് കോസ്ഡ് ബൈ ഡയബറ്റീസ്, ഷുഗർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെ ഷുഗർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ? ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് റീനോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, അങ്ങനെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് കണ്ണിന്, കിഡ്നിക്ക്, സ്കിന്നിന്, നാഡികൾക്ക്, ഇതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഷുഗർ ഉള്ള രോഗിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്, കോംപ്ലിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. കുറച്ചധികം നാൾ ഷുഗർ വന്നിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും നാഡികളെ ബാധിക്കുന്നു, കണ്ണിനെ ബാധിക്കുന്നു, ഷുഗർ കിഡ്നിയെ ബാധിക്കുന്നു, സ്കിന്നിനെ ബാധിക്കുന്നു. ഇതിനെ എല്ലാം, ഈ കോംപ്ലിക്കേഷൻസിന് ഇല്ലാതെയാക്കാൻ ഈ 7 ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കും. അടുത്തത് 7 ബി കോംപ്ലക്സ് വൈറ്റമിൻസ്. നേരത്തെ പറഞ്ഞു ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നമ്മുടെ ഇതിനകത്ത് വൈറ്റമിൻസിൽ കണ്ടു. അതിനകത്ത് വൈറ്റമിൻ B2, 3, 5, 6, 12, ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് വൈറ്റമിൻ ബിയിൽ തന്നെ പെട്ടതാണ്. അപ്പോൾ ഇത് എന്താ നമ്മളെ സഹായിക്കുന്നത്? ഇത് ന്യൂട്രിചാർജ് മെന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്? നമ്മുടെ ഫുഡിൽ നിന്നുള്ള എനർജീനെ എടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ മസിലുകളുടെയും നാഡികളുടെയും ആരോഗ്യത്തിന്, പലപ്പോഴും നാഡികളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ എഴുതി കൊടുക്കുന്ന ന്യൂറോ ബയോൺ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്. അപ്പോൾ അത് ബി കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മുടെ മസിൽസിനെയും നാഡികൾക്കും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ബി കോംപ്ലക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ കാൽസ്യം, മെഗ്നീഷ്യം, നാച്ചുറലായിട്ട് വേണ്ട മറ്റ് മിനറൽസും അസോസിയേറ്റ് ചെയ്ത് വേണ്ട ബൈൻഡിങ് മെറ്റീരിയൽസും കൂടെ വേണം. പിന്നെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് സഹായിക്കുന്നു. അപ്പോൾ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് സഹായിക്കുന്നത്, ഒന്നാമത്തത് ഫുഡിൽ നിന്ന് എനർജി എടുക്കാൻ സഹായിക്കുന്നു. 2, നെർവ്സിനെയും മസിൽസിനെയും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പയർ ഡാമേജ്ഡ് സെൽസ്, ഡാമേജ് ആയിട്ടുള്ള, നെക്സ്റ്റ് സ്ലൈഡ് സാർ, ഡാമേജ് ആയിട്ടുള്ള സെല്ലുകളെ റിപ്പയർ ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും അനീമിയ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ അനീമിയ ഇന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് കോമൺ ആണ്, പുരുഷന്മാർക്കും ഇന്ന് അനീമിയ തന്നെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇല്ലാതെയാക്കാനൊക്കെ, അനീമിയ തടയാനൊക്കെ ബി കോംപ്ലക്സ് വൈറ്റമിനും അതുപോലെ ഫോളിക് ആസിഡൊക്കെ സഹായിക്കുന്നുണ്ട്. അടുത്തത് മാക്രോ മിനറൽസ്. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽസ് എന്തൊക്കെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, ഇത്രയാണ് നമ്മൾ കണ്ടത്. അടുത്തത് മാക്രോ മിനറൽസിനെ തന്നെ, മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കൾ, കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, ബോറോൺ, സിങ്ക്, അങ്ങനെയുള്ള മിനറൽസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മാക്രോ മിനറൽസ് എന്നും മൈക്രോ മിനറൽസ് എന്നും. മാക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ അളവിൽ അത് വേണം, അതിനെയാണ് മാക്രോ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ മതി പക്ഷെ വേണം. ഇപ്പൊ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കണം, ഓയിലും വേണം. പെട്രോൾ മാക്രോ മിനറൽ ആണെങ്കിൽ ഓയിലാണ് മൈക്രോ മിനറൽ.
രണ്ടും തത്തുല്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വണ്ടി മുമ്പോട്ട് പോകുള്ളൂ. ഓയിൽ ഇല്ലെങ്കിലും പറ്റില്ല, പെട്രോൾ ഇല്ലെങ്കിലും പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെയാണ്, കുറച്ച് മതി പക്ഷെ വേണം. അപ്പൊ മാക്രോ മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ അയൺ, പൊട്ടാസ്യം, ഈ 5 മാക്രോ മിനറൽസ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഹൃദയത്തെ ബലപ്പെടുത്താൻ, ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, എല്ലിന്റെ, പല്ലിന്റെ, മസിലിന്റെ കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് നമുക്കറിയാം മസിൽസിനും എല്ലിനും പല്ലിനും അത്യാവശ്യമുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും എല്ലിനും ജോയിന്റിനും പല്ലിനും സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ അയൺ നമുക്കറിയാം ഹീമോഗ്ലോബിൻ കൂടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ മാക്രോ മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്രോ മിനറൽസ് കഴിഞ്ഞു. ഇനി മൈക്രോ മിനറൽസ്, ചെറിയ ധാതുക്കള്. 4 മൈക്രോ മിനറൽസ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുള്ളത്. ഒന്ന് കോപ്പറാണ്, ബോറോണാണ്, അയഡിനാണ്, മൊളിബ്ഡിനമാണ്. ഇതിന്റെയൊക്കെ പേര് കാണാണ്ട് പഠിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെടികൾക്കൊക്കെ പറയും പ്രാഥമിക മൂലകങ്ങൾ, ദ്വിതീയ മൂലകങ്ങൾ, NPK എന്നൊക്കെ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കും വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കോപ്പർ, ബോറോൺ, അയഡിൻ, മൊളിബ്ഡിനം. ഇത് ഇന്റലിജൻസ് ആൻഡ് മെന്റൽ റിഫ്ലെക്സ്, അതായത് നമുക്ക് ഇന്റലിജൻസ് എന്ന ശ്രദ്ധ കൂടാനായിട്ട് സഹായിക്കും. മെന്റൽ റിഫ്ലെക്സസ്, അതായത് പെട്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യണ്ട, വേണ്ട, അങ്ങനെ കൈ തട്ടി മാറ്റുന്ന റിഫ്ലെക്സ് ഇല്ലേ, അതിനെയൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ എനർജി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. കൊളസ്ട്രോളിനെയും ബ്ലഡ് ഷുഗറിനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കൊളസ്ട്രോളും ബ്ലഡ് ഷുഗർ, അപ്പം ന്യൂട്രിചാർജ് മെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, ചിലർ ചോദിക്കും ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാമോ, കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് കഴിക്കാമോ, കുഴപ്പമെന്തെങ്കിലും വരുമോ എന്നൊക്കെ. അവിടെ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാവണം. ഇതിനകത്ത് ഓരോ മൂലകങ്ങളും അല്ലെങ്കിൽ ഓരോ വൈറ്റമിൻസും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ്, ഇപ്പം നമ്മൾ ഇതിനകത്ത് മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂട്രിചാർജ് മെന്നിൽ എടുത്തു പറയേണ്ട 3 വൈറ്റമിൻസിനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഒന്ന് ബയോട്ടിൻ. നമുക്കറിയാം ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ്, മുടിക്ക് വേണ്ടി ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പല ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ബയോട്ടിൻ ഉണ്ട്. അപ്പം മുടി കൊഴിച്ചിൽ തടയാൻ അല്ലെങ്കിൽ പുതിയ മുടി വരാനൊക്കെ സഹായിക്കും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ന് 95% പേർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുക. സൺലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ സെൽസ് ആണ് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ സെൽസ് ഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് വെയിൽ കൊണ്ടാൽ പോലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വെയിൽ കൊണ്ടിട്ട് പോലും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, സൺലൈറ്റിനെ എക്സ്പോസ് ചെയ്തിട്ട് പോലും വൈറ്റമിൻ ഡി കിട്ടാത്ത ഒരു കാര്യമാണുള്ളത്. അവിടെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ കൊളസ്ട്രോൾ സെൽസ് ഒന്നും ഹെൽത്തി അല്ല, അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ വൈറ്റമിൻ കെ, ഈ 3 വൈറ്റമിൻസും നമ്മുടെ എല്ലിനെ ബലപ്പെടുത്താൻ, മുഖത്ത് ഗ്ലോ വരാനായിട്ട്, ഫേസിലൊക്കെ നല്ല ഗ്ലോ വരാൻ, ന്യൂട്രിചാർജ് വുമൺ പോലെ തന്നെ വുമൺ കഴിക്കുന്നവർക്കൊക്കെ നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, മുഖത്ത് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ന്യൂട്രിചാർജ് മെന്നിലും നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരാൻ, ഫേസിൽ ഗ്ലോ വരാൻ സഹായിക്കും. മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് നേരത്തെ പറഞ്ഞു ബയോട്ടിൻ സഹായിക്കുന്നുണ്ടെന്ന്. അതുപോലെ വീക്ക്നെസ്, നമുക്ക് വയ്യാന്ന് തോന്നില്ല. വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങേറ്റം വയ്യായ്കയായിരിക്കും, നമുക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും, നമുക്ക് ഭയങ്കര ദേഷ്യം വരും, അങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ട്. അതൊന്നും ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ ക്ഷീണം ഇല്ലാതെയാക്കാൻ സഹായിക്കുന്നു. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്ന് പറയുക, ശുദ്ധീകരിക്കാനും ബ്ലഡ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ബയോട്ടിൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എനർജി തരാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഓരോ വൈറ്റമിൻസ് എനർജി തരാൻ. അതുകൊണ്ടാണ് ന്യൂട്രിചാർജ് മെൻ കഴിച്ചാൽ എനർജി കൂടും, സ്റ്റാമിന കൂടും, ആക്റ്റീവ് ആയിരിക്കും, ഓർമ്മശക്തി കൂടും എന്നൊക്കെ നമ്മൾ പറയുന്നത്. വെറുതെ അല്ല പറയുന്നത്, അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും അതുപോലെ ബൊട്ടാണിക്കൽസും അമിനോ ആസിഡ്സും ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻസ് ആണ് നമ്മൾ കണ്ടത്. അത് എന്തിനൊക്കെ സഹായിക്കുന്നു, അതിലൂടെ എന്തൊക്കെ നമുക്ക് കിട്ടുന്നു എന്നാണ് കണ്ടത്. അപ്പോൾ അടുത്തതാണ് നമ്മുടെ അമിനോ ആസിഡ്സ്, എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് നമുക്കുള്ളത്. അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് എസെൻഷ്യൽ എന്ന് പറയുന്നത്. മറ്റ് അമിനോ ആസിഡ്സ് ശരീരം കുറേയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഈ 9 എണ്ണം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. ഈ 9 അമിനോ ആസിഡും ഉള്ളതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാം. അമിനോ ആസിഡ്സ് എന്താ? പ്രോട്ടീൻ്റെ ചെറിയ രൂപമാണ്.
അമിനാസിഡ്സ് കൂടിച്ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പ്രോട്ടീൻ വിഘടിച്ചാലാണ് അത് വിഘടിക്കുമ്പോൾ ഉള്ള രൂപമാണ് അമിനോ ആസിഡ്സ്. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള 9 അമിനോ ആസിഡിൽ 3 നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുണ്ട്. ഏതൊക്കെയാണ്? L-ലൈസിൻ, L-ആർജിനിൻ, L-മെത്തിയോണൈൻ. ഇത് മൂന്നും ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ്റെ ചെറിയ ഘടകങ്ങളാണ് അമിനോ ആസിഡ്സ്. അപ്പോൾ പ്രോട്ടീൻ നമുക്കറിയാം എന്തിനൊക്കെയാ ഹെൽപ്പ് ചെയ്യണമെന്ന് ഇന്നലെ ക്ലാസ് എടുത്തതാണ്. നമുക്ക് പുതിയ സെല്ലുകൾ ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണം. ഒരു മുറിവ് വന്നാൽ ഉണങ്ങുന്നതിന് പ്രോട്ടീൻ വേണം. നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ. നമ്മുടെ ആൻറ്റിബോഡീസ് വർക്ക് ചെയ്യണമെങ്കിൽ, എൻസൈംസ് വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിൽ, നമ്മുടെ എല്ല് വളരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്, മുടിക്ക് വേണ്ടി എല്ലാത്തിനും പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഇല്ലാത്ത ഒന്നുമില്ല. ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ. അപ്പോൾ അതുപോലെ തന്നെ ആ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള 3 അമിനോ ആസിഡ്സ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ബോഡിയെ ബലപ്പെടുത്താൻ, സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടുന്നില്ല, ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ല, അത് നേരത്തെ പറഞ്ഞു. ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ജനിക്കുമ്പോൾ മുതൽ മരണം വരെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു, പഴയ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജനിച്ചപ്പോഴുള്ള ഒരു കോശങ്ങൾ ഇന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പിന്നെ പഴയത് പോയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ. പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ച് പുതിയത് ഉണ്ടാകുന്നത് പതുക്കെയാവും, നാശം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ പുതിയത് ഡീജനറേഷൻ കൂടിക്കൊണ്ടിരിക്കും, റീജനറേഷൻ പതുക്കെയാവും. അപ്പോഴാണ് തൊലിയൊക്കെ ചുളിയാൻ തുടങ്ങുന്നത്, പ്രായമാവാനൊക്കെ തുടങ്ങുന്നത്. നമുക്ക് ആർക്കും ഇഷ്ടമല്ല പ്രായമാവാൻ, എനിക്കറിയാം, എനിക്കും ഇഷ്ടമില്ല. പക്ഷേ നമ്മളത് നടക്കും, അത് എന്തായാലും നടന്നേ പറ്റൂ. അതൊരു പ്രോസസ്സാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഭാഗമാണ്. പക്ഷേ അതിനെ പതുക്കെ ആക്കാനും ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ, ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പറയാറുണ്ട്, ജിമ്മിൽ എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽ ഇഞ്ചുറി ഉണ്ടാവും, കുഞ്ഞു മൈക്രോ ഇഞ്ചുറീസ് ഉണ്ടാവും. അതിനെ റിപ്പയർ ചെയ്യാൻ പ്രോട്ടീൻ സഹായിക്കും എന്ന് പറഞ്ഞവർ നമ്മുടെയൊക്കെ ശരീരത്തിലെ ഡാമേജ് സെൽസിനെ റിപ്പയർ ചെയ്യാനും പുതിയ സെല്ലുകൾ ഉണ്ടാകാനും നമ്മുടെ അമിനോ ആസിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുടി, നഖം, മസിൽസ്, സ്കിന്നും ഇതിനെല്ലാത്തിനും ആരോഗ്യത്തോടുകൂടി നിലനിർത്താൻ, അതായത് മുടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? മുടി കൊഴിയാതിരിക്കുക, മുടി വളർച്ച ഉണ്ടാവുക, മുടിയിൽ മറ്റ് താരൻ പോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക. അതുപോലെ നെയിലിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നെയിൽ പൊട്ടിപ്പോകുന്നത്, ചിലരുടെ നഖം ഇങ്ങനെ കൈകൊണ്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രിറ്റിൽ നെയിൽസ് എന്ന് പറയും, പൊട്ടിപ്പോകുന്നത്. അതൊക്കെ പ്രോട്ടീൻ്റെ കുറവാണ്. ചില നെയിൽസിൽ നമ്മൾ ഓൾറെഡി കാണാം, അത് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞിരിക്കണതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു വൈറ്റിഷ് ആയിട്ടൊക്കെ ഇരിക്കും, പിങ്കിഷ് അല്ല, വൈറ്റിഷ് ഒക്കെ ആയിട്ടിരിക്കും. അതൊക്കെ പ്രോട്ടീൻ്റെ കുറവാണ്. അതുപോലെ മസിലിൻ്റെ ആരോഗ്യം, ഇതിനെല്ലാം ഈ അമിനോ ആസിഡ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമിനോ ആസിഡ്സിൽ L-ലൈസിൻ ഒരു കാര്യം കൂടി, കാൽസ്യം അബ്സോർപ്ഷനെ കൂട്ടും. അതാണ് മസിലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്തത് അതിനകത്ത് എടുത്തു പറയുന്ന പുരുഷന്മാർക്ക് ഏറ്റവും ഗുണകരമായിട്ട് എടുത്തു പറയുന്ന ഒരു അമിനോ ആസിഡാണ് L-ആർജിനിൻ. അത് വേറെ ഒന്നുമല്ല, സ്റ്റാമിന എനർജിയും കൂട്ടുന്നു. അതുപോലെ മസിൽ മാസും ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ, അത് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. സെക്ഷുവൽ എനർജീനെ ഇംപ്രൂവ് ചെയ്യാനും, ഇൻക്രീസ് സ്പേം മോട്ടിലിറ്റി, ബീജാണുക്കളുടെ ചലനശേഷി കൂട്ടാൻ. അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന L-ആർജിനിൻ ആണെങ്കിലും ഇനി സിങ്ക് പറയും, അതുപോലെ ലൈക്കോപ്പിൻ പറയും. ഇത് മൂന്നും നമ്മുടെ പുരുഷന്മാരുടെ സ്പേം കൗണ്ടിനെ കൂട്ടാൻ, അതായത് സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ കൂട്ടാനായിട്ടും, അതുപോലെ തന്നെ അവരുടെ സ്റ്റാമിന കൂട്ടാനായിട്ടും, സെക്ഷുവൽ എനർജി കൂട്ടാനായിട്ടും, മൊത്തത്തിലുള്ള ഓവറോൾ ഫിറ്റ്നസ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് L-ആർജിനിൻ, അതുപോലെ സിങ്ക്, അതുപോലെ ലൈക്കോപ്പിൻ. സിങ്കിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രിവെൻറ്റ് ഇമ്പോർട്ടൻസി എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ വന്ധ്യത എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെയാണ് പറയുന്നത്. അത് തടയാൻ സഹായിക്കുന്നു. DNA സിന്തസിസിനെ ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട്. DNA നല്ല രീതിയിൽ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളൊക്കെ രൂപീകരിക്കുന്നത് അവരുടെ DNA ക്രോമസോമിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ സിങ്ക്. ന്യൂട്രിചാർജ് മെന്നിൽ 12 മില്ലിഗ്രാം സിങ്കാണ് അടങ്ങിയിരിക്കുന്നത്, 15 അല്ല 12 ആണ്. അപ്പോൾ അത് വീണ്ടും പറയുന്നു, സ്പേം കൗണ്ട് കൂട്ടുന്നു, മോട്ടിലിറ്റി കൂട്ടുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഡോക്ടർ രാജൻ സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലെ സിങ്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിനകത്ത് സിങ്ക് 12 മില്ലിഗ്രാം സ്പേമിൻ്റെ കൗണ്ട് കൂട്ടാനും, മോട്ടിലിറ്റി ചലനശേഷി കൂട്ടാനും, എണ്ണം കൂട്ടാനും സഹായിക്കുന്നു. അതുപോലെ സെക്ഷൽ സ്റ്റാമിന കൂട്ടാനും, എനർജി കൂട്ടാനും സഹായിക്കുന്നു. സിങ്ക് മാത്രമല്ല, ലൈക്കോപ്പിനും അതുപോലെ തന്നെ നമ്മുടെ
L-arginine എന്ന് പറഞ്ഞ അമിനോ ആസിഡും സഹായിക്കുന്നുണ്ട്. അപ്പൊ ലൈക്കോപ്പിൻ ഇതാ വീണ്ടും പറയുന്നു സ്പേം കൗണ്ട് കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഇത് മൂന്നും ആ കുട്ടികൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ന്യൂട്രിചാർജ് മെൻ എന്താ ചെയ്യുന്നത്? ഓൾ എസെൻഷ്യൽ ന്യൂട്രീഷൻ നീഡ്സ്, അതായത് WHO പറഞ്ഞിട്ടുള്ള ലോകാരോഗ്യ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞിട്ടുള്ള RDA പ്രകാരം, അതായത് റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് പ്രകാരം എത്രയാണോ നമുക്ക് വേണം, ഒരു ദിവസം ഇത്ര വൈറ്റമിൻ വേണം, ഒരു പുരുഷന് ഇത്ര കാൽസ്യം വേണം, ഇത്ര അയൺ വേണം എന്ന് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിനെ മീറ്റ് ചെയ്യാൻ പാകത്തിനാണ് ന്യൂട്രിചാർജ് മെന്നിലുള്ള സപ്ലിമെന്റ്സിന്റെ, അതായത് ന്യൂട്രിയൻസിന്റെ ഡോസ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ന്യൂട്രിചാർജ് മെന്നിൽ 100% RDA ഉണ്ടാവുമെന്ന് നമ്മൾ ധരിക്കരുത്. അതായത് നമുക്ക് ഇപ്പോൾ 15 മില്ലിഗ്രാം സിങ്ക് വേണമെങ്കിൽ 15 തന്നെ ന്യൂട്രിചാർജ് മെന്നിൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം 50% ഓഫ് RDA, ചിലത് 70% ഓഫ് RDA, ചിലത് 20% ഓഫ് RDA ഒക്കെയാണ് അതിനകത്തുള്ളത്. ഒരു 3-4 ഐറ്റം മാത്രമാണ് 100% വരുന്നുള്ളൂ. RDA പറഞ്ഞ പ്രകാരം അത്ര തന്നെ വരുന്നത് ആകെ 4 ഐറ്റത്തിന് മാത്രമേ ഉള്ളൂ. അത് ഒന്ന് അയഡിനാണ്, ഒന്ന് മോളിബ്ഡിനമാണ്, ഒന്ന് സെലിനിയമാണ്, പിന്നെ ഒന്ന് വൈറ്റമിൻ K1 ആണ്, പിന്നെ വൈറ്റമിൻ B5. ബാക്കിയെല്ലാം RDA 100% ഇല്ല എന്ന് പറഞ്ഞാൽ RDA എത്രയാണോ പറഞ്ഞ അത്ര തന്നെ ഇല്ല എന്നർത്ഥം. അപ്പൊ ബാക്കി എന്തുകൊണ്ട് അത് കുറച്ച് വെച്ചിരിക്കണേ? കുറച്ച് വെച്ച് നമുക്ക് പണി തന്നതാണോ? പണി തന്നതല്ല, നമുക്ക് പണി വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. കാരണം ബാക്കിയുള്ളത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടും. അപ്പോൾ ഭക്ഷണത്തിലുള്ളതും കുറച്ചൊക്കെ ഭക്ഷണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ ഓക്കെ ആവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. നമുക്ക് പോരായ്മയാണ് ഇവിടെ നികത്തേണ്ടത്. ആ പോരായ്മ നികത്താനുള്ളതാണ് അതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിലരോട് പറയുമ്പോൾ, ന്യൂട്രിചാർജ് പറയുമ്പോൾ പറയും ഇതൊക്കെ പഴങ്ങൾ വാങ്ങിച്ച് കഴിച്ചാൽ പോരെ, കുറച്ച് പച്ചക്കറി നല്ലത് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ, ഇലക്കറികളിൽ നിന്ന് കിട്ടൂലേ ഇതൊക്കെ. ഇപ്പൊ ബീറ്റാ കരോട്ടിന്റെ കാര്യം പറഞ്ഞാൽ പറയും പപ്പായയിലുണ്ടല്ലോ ഇതൊക്കെ. അപ്പൊ അവര് പറയുമ്പോൾ നമുക്കിതൊന്ന് മനസ്സിലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാം. 140 ഗ്രാം പപ്പായ കഴിച്ചാൽ കിട്ടുന്ന അത്രയും ബീറ്റാ കരോട്ടിൻ 1.3 മില്ലിഗ്രാം പെർ ടാബ്ലറ്റ്, ഒരു ടാബ്ലറ്റിൽ നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുണ്ട്. അപ്പം ആപ്രിക്കോട്ട് 30 ഗ്രാം കഴിച്ചാൽ കിട്ടുന്ന അത്രയും വൈറ്റമിൻ എ നമ്മുടെ ന്യൂട്രിചാർജ് 533 മൈക്രോഗ്രാം. അതാണ് മൈക്രോ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, മൈക്രോ മാക്രോ എന്ന് പറഞ്ഞില്ലേ, മൈക്രോഗ്രാമിലേ അത് വേണ്ടു. അതിന് ആപ്രിക്കോട്ട് 30 ഗ്രാം കഴിച്ചാൽ മതി. അതുപോലെ തന്നെ അടുത്ത ഇത് നെക്സ്റ്റ് സ്ലൈഡ് സർ. വൈറ്റമിൻ സി, ഒരു ഓറഞ്ച് കഴിച്ചാൽ കിട്ടുന്നത് അത്രയും 40 മില്ലിഗ്രാം ഏതാണ് നമ്മുടെ വൈറ്റമിൻ സി ന്യൂട്രിചാർജ് മെന്നിലുണ്ട്. അപ്പൊ ഇതിന്റെ ഓവറോൾ ഇത് ഓരോന്നും ഞാൻ വായിക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ട് സാർ, അതിലേക്ക് വന്നോളൂ. ഇത് ഓരോന്നും ഉണ്ട്, ഓരോന്നിന്ന് ഇത്ര കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇത് ടേബിളിലേക്ക് വന്നോളൂ. ഇതിനകത്ത് ഇതിന്റെ എല്ലാത്തിന്റെയും ചാർട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കണം, അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഫോർ ₹400 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ, ന്യൂട്രിചാർജ് മെൻ കഴിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ അതിന് തത്തുല്യമായി നമ്മൾ ഭക്ഷണമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഭക്ഷണത്തിന് വരുന്ന ഒരു വില അനുസരിച്ചുള്ള ചാർട്ടാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ 400 രൂപയാണ് ചാർട്ടിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗുളികയിലുള്ള ഇത് ന്യൂട്രിയൻസിന് ഈക്വൽ ആയിട്ട് വരുന്ന ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 400 രൂപ വരും. ഈ 400 രൂപ ഒരു ദിവസത്തേക്കാണ്, ഒരു ടാബ്ലറ്റിലെ പറഞ്ഞേ. നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിൽ 30 ടാബ്ലറ്റ് ഉണ്ട്. അപ്പൊ 30 ദിവസത്തേക്ക് വരുമ്പോ എത്ര രൂപ വരും? ഒന്ന് ചാറ്റ് ചെയ്യൂ. 400 × 30 എത്ര രൂപയെ വരാ? ഇതിനകത്ത് 10 ഇതുപോലത്തെ 3 സ്ട്രിപ്പാണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലുള്ളത്. ഒരു ടാബ്ലറ്റിന് ഈക്വൽ ആയിട്ട് 400. അപ്പൊ എത്ര വരും ഒരു മാസത്തേക്ക്? 400 × 30 12,000. വെരി ഗുഡ്. അജിക്കുട്ടൻ സാറാണ് പറഞ്ഞ 12,000 രൂപ ഒരു മാസം ചെലവാക്കേണ്ടിടത്താണ് നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിന്റെ റേറ്റ് എത്രയാ വന്നേക്കുന്നത്? ഇപ്പം 399 രൂപയാണ് ഒരു ടാബ്ലറ്റിന്റെ റേറ്റ് MRP. നമുക്ക് വരുന്നത് 320 രൂപയ്ക്ക് RCM JRCM പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 320 രൂപയ്ക്ക് കിട്ടും. അതിന്റെ PV എത്രയുണ്ട്? 270 PV ഉണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് 12,000 രൂപ ലാഭിക്കണമെങ്കിൽ, 12,000 രൂപ ലാഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി? 399 രൂപയുടെ ന്യൂട്രിചാർജ് മെൻ കൊടുത്താൽ മതി. അതല്ല 12,000 രൂപ ചെലവാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പക്ഷേ ഇതെല്ലാം കഴിച്ചാൽ ഇത്രയും ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്ന യാതൊരു ഉറപ്പില്ല. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഡൈജഷൻ ഇന്നും ഓൾമോസ്റ്റ് കംപ്ലൈന്റിലാണ് നിൽക്കുന്നത്. എല്ലാവരുടെയും തകരാറിലാണ് ഡൈജഷൻ, അതുപോലെ അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ, ശോധനക്കുറവ് ഇന്ന് എല്ലാവർക്കും തന്നെയുണ്ട്. അതുപോലെ തന്നെ
ശോധനക്കുറവ് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ദഹന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇനി നമ്മുടെ വയറ് നല്ലപോലെ ഓക്കെ ആണെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള വൈറ്റമിൻസ് മിനറൽസ് ആഗിരണം ചെയ്ത് അതിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെ വയറ് തകരാറിലായതുകൊണ്ട് തന്നെ അതിൽ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്രയാണ് ഒരാൾക്ക് ചെയ്യുന്ന നന്മ എന്താണെന്നും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന നന്മ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെ ഞാൻ പറയും, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്നതിന് പകരം ന്യൂട്രിചാർജ് പ്രോഡക്ട്സ് നമ്മൾ എടുക്കണം. കാരണം ഇൻഷുറൻസിന് വേണ്ടി പൈസ കൊടുത്താൽ അവർ ഹോസ്പിറ്റൽ ചാർജേ ഫ്രീ തരുള്ളൂ. അതിനു വേണ്ടി വരുന്ന ഡാമേജസ് നമ്മൾ സഹിക്കണം, പെയിൻ നമ്മൾ സഹിക്കണം, എല്ലാം സഹിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാൻ, നടക്കുന്ന അത്രയും നാൾ ഹെൽത്തി ആയിട്ട് പോകാനായിട്ട് സഹായിക്കും. 13 രൂപ 30 പൈസയാണ് MRP വരുമ്പോൾ ഒരു ടാബ്ലറ്റിന് വരുന്ന റേറ്റ്. 13 രൂപ 30 പൈസ. അത് JRCM പറഞ്ഞാൽ 10 രൂപ 60 പൈസ ഒരു ടാബ്ലറ്റിന് വരുന്നുള്ളൂ. അപ്പൊ ഇത് കഴിക്കേണ്ടത്, ഇത് അലു പാക്ക് ആണെന്ന് പറഞ്ഞു. അലു പാക്കാണ് ഈ കാണുന്നത്. ഇതായത് ഇതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ആവാതിരിക്കാൻ വളരെ സേഫ് ആയിട്ട് പാക്കിംഗ് ആക്കിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഉള്ളത്. 100% വെജിറ്റേറിയൻ ആണ്. നമുക്ക് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നിനും ഡാമേജ് വരില്ല. അത് മാത്രം പൊട്ടിച്ചെടുക്കാം, കഴിക്കാം. മറ്റൊന്നിനും ഒരു ഡാമേജ് വരുന്നില്ല. ആർക്കൊക്കെയാണ് ന്യൂട്രിചാർജ് മെൻ കൊടുക്കേണ്ടതെന്നാണ്. ശരിക്കും 14 വയസ്സെന്നാണ് പറയണെങ്കിലും 12 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു 14 തൊട്ട് 25 വയസ്സ് വരെ അവര് എന്തുകൊണ്ട് കഴിക്കണം? അവര് സ്റ്റഡീസ് ചെയ്യുന്ന സമയമായിരിക്കും, പഠന സമയം, അല്ലെങ്കിൽ ഒരു സ്പോർട്സിലൊക്കെ കളികളിലൊക്കെ വ്യാപൃതമാകുന്ന സമയത്ത് അവർക്ക് എക്സ്ട്രാ എനർജി കിട്ടാനും കോമ്പറ്റീഷനിലൊക്കെ ഫേസ് ചെയ്യാനും എനർജിക്ക് വേണ്ടിയിട്ട് അവർക്ക് ന്യൂട്രിചാർജ് മെൻ കൊടുക്കാം. ഇനി 25 to 40 years, 25 വയസ്സ് കഴിഞ്ഞവർ എന്തിനു കഴിക്കണം? അവര് വർക്ക് ചെയ്യുന്ന പീരീഡാണ് ആ പ്രായത്തില്. അപ്പൊ അവര് വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ, വർക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് ന്യൂട്രിചാർജ് മെൻ വേണം. ഇനി 40 വയസ്സ് കഴിഞ്ഞവർ എന്തിനു ഉപയോഗിക്കണം? അവർക്ക് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കയറി വരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കാരണമാകുന്ന സമയം. ആ സമയത്ത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ 40 തൊട്ട് 60 വയസ്സുള്ളവർ കഴിക്കണം. 60 വയസ്സിന് മുകളിലുള്ളവർ എന്തിനു കഴിക്കണം? അതുവരെ അവർക്ക് എങ്ങനെയുണ്ടായിരുന്ന ആരോഗ്യം, എങ്ങനെയാണ് ഉണ്ടായത്, അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ. പലപ്പോഴും നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് നമ്മൾ വിചാരിക്കുന്ന രോഗം വരുമ്പോൾ കഴിക്കേണ്ടതാണെന്നാണ് ചിലരുടെ ധാരണ. ഒരിക്കലുമല്ല. രോഗമില്ലാത്തവർക്ക് കഴിക്കേണ്ടതാണ് ന്യൂട്രീഷൻ. രോഗമില്ലാതിരിക്കാൻ, ആരോഗ്യത്തോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് കഴിക്കേണ്ടതാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ്. അത് രോഗം വരുമ്പോൾ കഴിച്ചാൽ നമുക്ക് പതുക്കെ രോഗത്തിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന മരുന്നിനെ കുറയ്ക്കാനും സഹായിക്കും. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹരിശങ്കർ പറഞ്ഞതാണ്. ഞാനതിപ്പോൾ ഒരു പേഷ്യന്റിനോട് പറഞ്ഞപ്പോൾ ഞാനത് കേട്ടതാണ്. നമ്മുടെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിക്കുമ്പോൾ നമുക്ക് സിവിയർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ന്യൂട്രീഷൻ വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സപ്ലിമെന്റ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ഒരു സപ്ലിമെന്റും കൂടി എടുക്കേണ്ടി വരുമെന്ന്. കാരണം ഓവറായിട്ടുള്ള ഡെഫിഷ്യൻസിയെ കുറയ്ക്കാനുള്ള അത്രയും അളവിൽ നമ്മുടെ ന്യൂട്രിചാർജ് മെന്നിലോ അല്ലെങ്കിൽ വുമണിലോ, ഞാൻ നേരത്തെ പറഞ്ഞു RDA പ്രകാരമുള്ളതിൻ്റെ ഇത്ര % ഓരോന്നും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 100% ആണെങ്കിൽ പോലും ഡെഫിഷ്യൻസിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും എടുക്കേണ്ടി വരും. അത് നമ്മൾ ഡോക്ടർ രാജൻ സാറിൻ്റെയോ അല്ലെങ്കിൽ കനകാമ സിസ്റ്ററുടെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത് രോഗം വരാതിരിക്കാനാണ്, ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാനാണ്. ഇന്നത്തെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ജീവിച്ചു പോകണമെങ്കിൽ സപ്ലിമെന്റ്സ് ഇല്ലാതെ പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള കാലത്തും പറ്റില്ല. അപ്പോൾ കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ടാബ്ലറ്റ് കഴിക്കണം. 2 ഗ്ലാസ് വെള്ളം അതിൻ്റെ ഒപ്പം കഴിച്ചാൽ ഏറ്റവും നല്ലത്. കാരണം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ചെടിക്ക് വളമിട്ടിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി കരിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ടാബ്ലറ്റ് കഴിക്കണം, അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കണം. പലപ്പോഴും ആ മരുന്ന് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരിക്കലും പറയരുത്. ഇതൊരു മരുന്നല്ല, ഇതൊരു സപ്ലിമെന്റ് ആണ്. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആണ് ഇതിനുള്ളത്. മരുന്ന് കൊടുക്കാൻ നമുക്ക് ലൈസൻസ് ഇല്ല. നമ്മളാരും ഡോക്ടേഴ്സ് അല്ല. നമ്മൾ ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൗൺസിലേഴ്സും അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ മരുന്നല്ലെന്ന് എല്ലാവരോടും പറയണം. നമ്മളും പറയരുത് മരുന്നെന്ന്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇത് കഴിക്കുമ്പോൾ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ, ഇപ്പോൾ ഒരാൾ ചോദിക്കണം, ഞാനിത് എന്തിനാ കഴിക്കണേ, എനിക്കിത് എന്തിനാ കഴിക്കേണ്ട ആവശ്യം,
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞാൽ മതി. നിങ്ങളിത് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്റ്റാമിന ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ കിട്ടാത്ത ന്യൂട്രിയൻസിന് ഇത് സപ്പോർട്ട് ചെയ്തു തരും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കും, ശരീരവും മനസ്സും ആക്റ്റീവായിട്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, പണ്ടൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ കിടക്കണം കിടക്കണം എന്നുള്ളൊരു തോന്നലേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് ക്ഷീണമില്ല. വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് അത്ര ക്ഷീണം വരുന്നില്ല. പിന്നെ പെട്ടെന്ന് പ്രായമാവില്ല, നിങ്ങൾ ചെറുപ്പക്കാരായിട്ടിരിക്കും എന്ന് പറയാം. അതുപോലെ മുടിയുടെ ആരോഗ്യം, നേരത്തെ പറഞ്ഞ നെയിലിൻ്റെ ആരോഗ്യം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് രോഗങ്ങൾ വരില്ല. കാരണം ശരീരം തന്നെ ഒരു കവചം പോലെ പ്രവർത്തിക്കും. ശരീരത്തിന് എന്ത് രോഗം വന്നാലും ശരീരത്തിന് ചികിത്സിക്കാൻ അറിയാം. പക്ഷെ ശരീരം സ്വയം ചികിത്സിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിൽ വേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ, ഒമേഗ 3, വെള്ളം, ഇത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ട് വേണം. അവിടെ നമ്മുടെ ഗാമോറൈസിനോട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരീരത്തിൽ ഈ പറഞ്ഞ PVMFO ഉണ്ടെങ്കിൽ, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഒമേഗ 3 ഉണ്ടെങ്കിൽ ശരീരം സ്വയം റിപ്പയർ ചെയ്യും. ശരീരം സ്വയം എല്ലാ രോഗാവസ്ഥയും തരണം ചെയ്യാൻ ശരീരത്തിനറിയാം. ശരീരം തന്നെ ഒരു ബെസ്റ്റ് ഡോക്ടറാണ്. പക്ഷേ ഇതിൻ്റെ അഭാവത്തിൽ ഡെഫിഷ്യൻസികളെല്ലാം, കുറവുകളെല്ലാം രോഗമായിട്ട് രോഗലക്ഷണങ്ങളായിട്ട് പുറത്തേക്ക് വരികയും നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നേരെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും. എവിടേക്ക്? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല, പിന്നെ അവരെന്താണോ പറയുന്നത് അത് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഡെഫിഷ്യൻസിയെ കറക്റ്റ് ചെയ്യുക. വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ വെള്ളം കുടിക്കുക, വിസർജ്യങ്ങൾ പോകാത്തവരെ വിസർജ്യം പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യാത്തവരെ എക്സസൈസ് ചെയ്യുക, മാനസികമായിട്ട് വലിയ ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാൻ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ RCM കൂട്ടായ്മയിലേക്ക് വരിക. ഇത് ചെയ്ത് കഴിയുമ്പോൾ സപ്ലിമെന്റും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ആ രോഗത്തെ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ രോഗലക്ഷണങ്ങളെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ടും മാറിയില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് സമീപിക്കുക, നിങ്ങളുടെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരാൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. ഓർമ്മശക്തി കൂടാനും അതുപോലെ തന്നെ ഷുഗറിനെയും കൊളസ്ട്രോളിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും. ബ്ലഡിനെ ഹെൽത്തി ആക്കാനും, കണ്ണിൻ്റെ ആരോഗ്യത്തിനും, എല്ലിൻ്റെയും ജോയിൻറ്റുകളുടെ ആരോഗ്യത്തിനും, ഓവറോൾ ഹെൽത്തിന് നിങ്ങൾക്ക് ഈ സാധനം അടിപൊളിയായിരിക്കും. നിങ്ങളെ എന്താ പറയുക, ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ നിങ്ങളെ സേവ് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക, കമ്പാരിസൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ന്യൂട്രി ചാർജ് മെന്നിലുള്ള 33 വൈറ്റമിൻസ്, ന്യൂട്രലൈറ്റ്, അതുപോലെ ഹെർബാലൈഫ്, അതുപോലെ വെൽ മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 33 ന്യൂട്രിയൻസ് ഉള്ളത് ആകെ ന്യൂട്രി ചാർജ് മെന്നിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ എടുക്കേണ്ട ടാബ്ലറ്റുകളുടെ എണ്ണം എഴുതിയിട്ടുണ്ട്. പക്ഷേ റേറ്റ് നമ്മൾ നോക്കണം. ഇവിടെ ഇത്രയും വൈറ്റമിൻസും മിനറൽസും പോഷകങ്ങൾ കൊടുത്തിട്ടും 12.5, അത് മുമ്പത്തെ റേറ്റ് ആണ്, ഇപ്പോഴത്തെ റേറ്റ് അല്ല. അതുപോലെ തന്നെ 21.82 ഇവിടെ വരുന്നത്. മറ്റേതിൽ നോക്കൂ 56.26 രൂപയാണ് വരുന്നത്, ഹെർബാലൈഫിൽ വരുന്നത്. മറ്റേതിൽ 13.66. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രോഡക്റ്റ് എന്തുകൊണ്ടും എന്താ പറയുക, കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്, റീസണബിൾ പ്രൈസ് ആണ്. അതുപോലെ നമ്മുടെ വെജിറ്റേറിയൻ ആണ്. നമുക്കറിയാം ഹാംഫുൾ ആയിട്ടുള്ള യാതൊരു ഇൻഗ്രീഡിയൻസും അതിൽ അടങ്ങിയിട്ടില്ല, പ്രിസർവേറ്റീവ്സ് പോലത്തെ സാധനങ്ങളില്ല. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്നതാണ്. അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല, അതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഫാർമസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സ് നമ്മൾ പലപ്പോഴും എടുക്കാറുണ്ട്, അയണോ കാൽസ്യം ഒക്കെ എടുക്കാറുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഫാർമസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സ് സിന്തറ്റിക് ആയിട്ട് മെയ്ഡ് ചെയ്യുന്നതാണ്, ലാബിൽ മെയ്ഡ് ചെയ്യുന്നതാണ്. അതിന് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സപ്ലിമെന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽ ചൂസ് ചെയ്യുക. ഒരിക്കലും ഫാർമസ്യൂട്ടിക്കൽ പരമാവധി ഒഴിവാക്കുക. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അത് എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എടുക്കണം. പക്ഷേ നല്ലൊരു ആരോഗ്യത്തിലൂടെ പോകണമെങ്കിൽ 70% ന്യൂട്രീഷൻ, 30% എക്സസൈസ്, പിന്നെ നല്ല 7 മണിക്കൂർ ഉറക്കം, മാനസികമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ പുരുഷന്മാരെല്ലാവരും ആരോഗ്യത്തോടു കൂടി നിന്നാൽ തന്നെ നമ്മുടെ സ്ത്രീകൾ പകുതിയല്ല മുഴുവൻ ഭാഗം സ്ത്രീകളുടെ ഹാപ്പിനെസ് കൂടുതലും അവരുടെ വീട്ടിൽ മറ്റുള്ളവർ ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോഴാണ്. അവരുടെ ആരോഗ്യത്തെക്കാട്ടിയും അവർ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ആരോഗ്യത്തിനാണ്. അപ്പോൾ വീട്ടിലെ പുരുഷന്മാരെ ആരോഗ്യത്തോടുകൂടി ഇരുന്നാൽ വീട്ടിൽ ബാക്കി എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും. അവരാണ് വീടിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് താങ്ങും തണലുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാവരിലും എത്തിക്കാം, നമ്മുടെ ആൺമക്കളിലേക്ക്, നമ്മുടെ അച്ഛന്മാരിലേക്ക്, നമ്മുടെ ഭർത്താക്കന്മാരിലേക്ക്, നമ്മുടെ കൂട്ടുകാരിലേക്ക്, എല്ലാവരിലേക്ക് എത്തിക്കാം. ഒരു നവഭാരത നിർമ്മാണത്തിന്റെ ഭാഗമായി ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ
നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈകോർക്കാം. ഇതുപോലെയുള്ള സേഫ് ആയിട്ടുള്ള ഗിന്നസ് റെക്കോർഡ് കിട്ടിയതുപോലെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സേഫ്റ്റിയും കൂടെ അഷുർ ചെയ്യാൻ പറ്റും. പല സപ്ലിമെന്റ്സും ഇന്ന് പല പേരുകളും പറഞ്ഞ് നമ്മളെ കണ്ണഞ്ചിപ്പിക്കുമെങ്കിലും നമുക്ക് പലതും സേഫ് അല്ല, അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ശരിയല്ല, അല്ലെങ്കിൽ അതിനകത്ത് ലേബൽസ് മിസ്ലീഡിങ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് കമ്പനി ചൂസ് ചെയ്യാനും റൈറ്റ് ബ്രാൻഡ് ചൂസ് ചെയ്യാനും എപ്പോഴും നമ്മൾ പഠിക്കണം. നേരത്തെ ആരോ ചോദിച്ചു വെള്ളം എത്ര കുടിക്കണം എന്ന് ചോദിച്ചു. 20 കിലോ തൂക്കമുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക. 60 കിലോ തൂക്കമുണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം മിനിമം കുടിക്കണം. പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് കുടിക്കരുത്, ഭക്ഷണത്തിന് ഉടനെ കുടിക്കരുത്. ഒരു ഗ്യാപ്പ് ഇടണം, ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഭക്ഷണത്തിന് മുമ്പും ശേഷവും ഇട്ടിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഭക്ഷണത്തിൻ്റെ ഒപ്പം കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കില്ല. കുട്ടികൾക്കൊക്കെ ചിലർ ഒരു ഉരുള കൊടുക്കും, ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം കൊടുക്കും, ഒരു ഉരുള കൊടുക്കും, വെള്ളം കൊടുക്കും. ഒരിക്കലും ചെയ്യരുത്, അതൊരു ബാഡ് ഹാബിറ്റാണ്, അത് ഇല്ലാതെയാക്കണം. അപ്പോൾ പരമാവധി ഇതുപോലത്തെയുള്ള ആരോഗ്യപരമായിട്ട് അറിവുകൾ നമുക്ക് RCM ഇന്ന് പഠിക്കാൻ സാധിക്കും. ഇന്ന് എൻ്റെ ക്ലാസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ലീഡേഴ്സ് എനിക്ക് പറഞ്ഞു തന്ന നന്മയാണ്. എനിക്ക് ഇങ്ങനെ ഇവിടെ ഒരു അവസരം തന്ന ഡോക്ടർ രാജൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കാനും കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന, പറഞ്ഞു തന്ന, പ്രാപ്തമാക്കിയ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു ഓൾ.